സ്പാനിഷ് ഫുട്ബോളിന്റെ സിംഹാസനത്തിനായി ലോകം കാത്തിരിക്കുന്ന മഹാപോരാട്ടം ജിദ്ദയിൽ അരങ്ങേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കേവലം ഒരു കിരീട പോരാട്ടത്തിനുമപ്പുറം ഇത് റയൽ മാഡ്രിഡിന്റെ അഭിമാനത്തിന്റെയും പരിശീലകൻ സാബി അലോൺസോയുടെ നിലനിൽപ്പിന്റെയും പോരാട്ടമാണ്. തുടർച്ചയായ 5 വിജയങ്ങളുമായി ടീമിനെ ഉയർത്തിയെഴുന്നേൽപ്പിച്ച അലോൺസോക്ക് തന്റെ പരിശീലക കസാര ഭദ്രമാക്കാൻ ബാഴ്സലോണയുടെ കോട്ട തകർത്തേ മതിയാകൂ. തോറ്റാൽ പുറത്തേക്ക് എന്ന വാളിന് താഴെ നിൽക്കുമ്പോഴും തന്റെ തന്ത്രങ്ങളിൽ വിശ്വസിച്ച് അലോൺസോ അണിനിരത്തുന്ന പടയാളികൾ കറ്റാലൻ കരുത്തിനെ തകർക്കാൻ സർവ്വസജ്ജമാണ് എന്നാണ് കണക്കുകൂട്ടൽ. സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മുട്ടുകുത്തിച്ച ആത്മവിശ്വാസത്തിലാണ് റയൽ കടന്നു വരുന്നത്. സൂപ്പർ താരൻ കിലിയൻ എംബാപ്പയുടെ തിരിച്ചുവരവ് മാഡ്രിഡ് നിരയിൽ ഇരട്ടി പ്രഹരശേഷി നൽകുന്നുമുണ്ട്. ഈ സീസണിൽ 29 ഗോളുകളുമായി കുതിക്കുന്ന എംബാപ്പയും കളം നിറഞ്ഞു കളിക്കുന്ന വിനീഷ്യസ് ബെല്ലിംഗ്ഹാം സഖ്യവും ചേരുമ്പോൾ ബാഴ്സയുടെ പ്രതിരോധത്തിന് അത് താങ്ങാവുന്നതിനും അപ്പുറം ആഘാതമായിരിക്കും. കഴിഞ്ഞ വർഷത്തെ ഫൈനലിനേറ്റ മുറിവിന് പകരം വീട്ടാൻ വിശന്നു വളഞ്ഞ സിംഹത്തെ പോലെയാകും റയൽ മാഡ്രിഡ് ജിദ്ദയിലെ പുൽമൈതാനത്ത് പന്ത് തട്ടാൻ കാത്തിരിക്കുന്നത്. മറുഭാഗത്ത് അത്ലറ്റിക് ക്ലബിനെ 5 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ ഒരു സുനാമി പോലെയാണ് കടന്നു വരുന്നത്. നിലവിലെ ചാമ്പ്യന്മാരെന്ന പദവി നിലനിർത്താൻ യുവതാരങ്ങളുടെ വേഗതയും കൃത്യതയാർന്ന പാസിംഗും അവർ ആയുധമാക്കും. ഫ്ലിക്കിന്റെ കീഴിൽ പുതിയൊരു ഊർജം കണ്ടെത്തിയ ബാഴ്സ അലോൺസോയുടെയും റയലിന്റെയും സ്വപ്നങ്ങൾ തകർത്തെറിയാനാണ് ലക്ഷ്യമിടുന്നതും. വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല എന്ന തിബോ കോർട്ടുവായുടെ വാക്കുകൾ മാഡ്രിഡ് ക്യാമ്പിലെ കടുത്ത വാശിയെ സൂചിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ജിദ്ദയിലെ സ്റ്റേഡിയം ഒരു യുദ്ധക്കളമായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അലോൺസോയുടെ തന്ത്രങ്ങൾ വിജയിക്കുമോ അതോ ഫ്ലിക്കിന്റെ പടയോട്ടം തുടരുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയണം. ഒരു കാര്യം ഉറപ്പാണ്, നാളെ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു സാധാരണ ഫൈനലിനല്ല, മറിച്ച് വീറും വാശിയും ചോരയും നീരും നൽകി പൊരുതുന്ന 2 വൻ ശക്തികളുടെ ജീവൻ മരണ പോരാട്ടത്തിനായിരിക്കും.